Hello everyone. Today's topic is parametric data reduction. Okay. ഇതില് നമ്മള് റിഗ്രഷന്, ലോഗ് ലീനിയർ മോഡൽ, ഹിസ്റ്റോഗ്രാംസ്, ക്ലസ്റ്ററിംഗ്, സാമ്പിളിംഗ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ. പാരാമെട്രിക് ഡേറ്റ റിഗ്രഷനിൽ റിഗ്രഷനും മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷനും ലോഗ് ലീനിയർ മോഡൽസും ആണ് നോക്കുന്നത്. വി ആർ നോട്ട് ഗോയിങ് ഇൻ ടു ഡീറ്റെയിൽസ് ഓഫ് റിഗ്രഷൻ ആൻഡ് ലോഗ് ലീനിയർ മോഡൽ, ദാറ്റ് വിൽ ബി ഡൺ ഇൻ ലേറ്റർ ചാപ്റ്റർ. ഇവിടെ ജസ്റ്റ് ഈ ഡിഫറെന്റ് റിഡക്ഷൻ മെത്തേഡ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോവാണ്. ഓക്കെ, സോ പാരാമെട്രിക് ഡേറ്റ റിഡക്ഷനിൽ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ഡേറ്റ എല്ലാം റിഗ്രഷന്റെ കേസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈനിലേക്കോ ഒരു കർവ് ലൈക്ക് ഫോർ എക്സാമ്പിൾ പാരബോള ഓർ ഹൈപ്പർബോള അങ്ങനത്തെ എന്തെങ്കിലും ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു 2 ഡയമെൻഷണൽ സ്പേസിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ജിയോമെട്രിക് ഇക്വേഷനിലേക്ക് അതിനെ ഫിറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. അതിൽ നമുക്ക് മാനുവലി ചെയ്യാൻ കഴിയുന്നത് ലീനിയർ റിഗ്രഷൻ ആണ്. മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ നമുക്ക് സിസ്റ്റം യൂസ് ചെയ്താണ് കൂടുതലും ചെയ്യാനായിട്ട് കഴിയുന്നത്. ബട്ട് വി വിൽ ബി ലുക്കിംഗ് അറ്റ് എക്സാമ്പിൾസ് ലേറ്റർ ഓൺ, നോട്ട് ഇൻ ദിസ് ചാപ്റ്റർ, ലേറ്റർ ഓൺ. ഓക്കെ, സോ ചെയ്യുന്നത് എന്താ, നമുക്ക് ഡേറ്റ തന്നിട്ടുണ്ട്, ആ ഡേറ്റയെ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുക. നോട്ട് ഓൾ ദ പോയിന്റ്സ് വിൽ ബി ഫിറ്റഡ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ ലൈൻ, ബട്ട് വി ആർ ട്രൈങ് ടു ലീനിയർ റിഗ്രഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ ഒരു ലൈനിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് ആ പോയിന്റ്സിനെ റെപ്രസെന്റ് ചെയ്യത്തക്കണം ഉള്ള ഒരു ലൈനിലേക്ക് നമ്മൾ അതിനെ ഫിറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ലൈൻ ഇക്വേഷൻ ഇസ് y is equal to wx plus b or mx plus c, whichever if you remember your line equation. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത് y is equal to wx plus b ആണ്, where x ആണ് നമ്മുടെ ഇൻപുട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഡേറ്റ വാല്യൂസ്. സോ ദാറ്റ് ഇസ് കോൾഡ് ദ പ്രെഡിക്റ്റർ വേരിയബിൾ. അത് വെച്ചിട്ടാണ് നമുക്ക് y പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ y ഇസ് ദ റെസ്പോൺസ് വേരിയബിൾ. ഇതില് റിഗ്രഷന്റെ രണ്ട് കോഎഫിഷ്യൻസ് ആണ് w b യും. ലൈൻ ഇക്വേഷൻ അറിയാവുന്നവർക്ക് ഓർക്കുന്നവർക്ക് അറിയാം, y is equal to mx plus b എന്ന് പറയുന്നതാണ് നമ്മുടെ ലൈൻ ഇക്വേഷൻ എങ്കിൽ m എന്ന് പറയുന്നത് ലൈനിന്റെ സ്ലോപ്പ് ആണ് ആൻഡ് b എന്ന് പറയുന്നത് y-യുടെ ഇന്റർസെപ്റ്റ് ആണ്. Okay, so here also we will be looking at example later on, so അന്നേരം you will get a clearer idea. അപ്പൊ ഈ രീതിയിൽ w b നെയും നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നതാണ് ശരിക്കും റിഗ്രഷൻ, ലീനിയർ റിഗ്രഷന്റെ കോഎഫിഷ്യൻസ്. ആ രണ്ടെണ്ണം നമുക്ക് ഉള്ള ഡേറ്റ സെറ്റ് വെച്ചിട്ട് വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഏത് എക്സ് ഇൻപുട്ട് കിട്ടിയാലും y എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതേപോലെ തന്നെ ഇക്വേഷൻ ഇപ്പൊ ഹൈപ്പർബോള അല്ലെങ്കിൽ പാരബോള ഏത് ആണോ നമ്മുടെ മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ നമ്മൾ ഏത് മോഡലിലേക്കാണോ ഫിറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് റിഗ്രഷൻ കോഎഫിഷ്യൻസ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റർ വേരിയബിൾസ് പുതിയത് കിട്ടിക്കഴിഞ്ഞാൽ we can predict the response variable. Difference between linear regression and multiple linear regression is that linear regression നമുക്ക് ഒരു predictor variable മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ പർട്ടിക്കുലർ കേസ് നോക്കുവാണെങ്കിൽ x മാത്രമേ ഉള്ളൂ. മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷനിലാണെങ്കിൽ മൾട്ടിപ്പിൾ predictor variables ഉണ്ട്. So we have to model y based on more than one predictor variables. ഓക്കെ, ഇനി ലോഗ് ലീനിയർ മോഡൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ ഒരു ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി അപ്രോക്സിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. പക്ഷെ ഇവിടെ മൾട്ടി ഡയമെൻഷണൽ ഡിസ്ട്രിബ്യൂഷൻസിനെയാണ് ലോഗ് ലീനിയർ മോഡൽ അപ്രോക്സിമേറ്റ് ചെയ്യുന്നത്. ഡിസ്ക്രീറ്റ് മൾട്ടി ഡയമെൻഷണൽ പ്രോബബിലിറ്റിക് ഡിസ്ട്രിബ്യൂഷൻസ്. ഓക്കെ, സോ നോർമൽ കേസിൽ നമുക്ക് സ്മോൾ എമൗണ്ട് ഓഫ് സാമ്പിൾസേ ഉള്ളെങ്കിൽ ആൻഡ് സ്മോൾ എമൗണ്ട് ഓഫ് ഡയമെൻഷൻസേ ഉള്ളെങ്കിൽ നമുക്ക് ഹയർ ഡയമെൻഷൻ സെറ്റിലേക്ക് അതിനെ മാപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നത് ലോഗ് ലീനിയർ മോഡൽസ് യൂസ് ചെയ്യുവാണെങ്കിലാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ലോഗ് ലീനിയർ മോഡൽ നമുക്കൊരു 5 ഡയമെൻഷനേ ഉള്ളൂ, നമുക്ക് ഹയർ ഡയമെൻഷൻ ഓർ ഡേറ്റ സ്പേസിലേക്ക് അതിനെ മാപ്പ് ചെയ്തിട്ട് 5നെ 7ഓ 10ഓ ഒക്കെ ആക്കി എടുക്കാനായിട്ട് പറ്റും. Okay, it is used to estimate the probability of each point in a multi-dimensional space for a set of discretized attributes.
സ്മോൾ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിനെ ഹയർ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിലേക്ക് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. ആൻഡ് ഇസ് ഓൾവേസ് ബേസ്ഡ് ഓൺ എ സ്മോൾ സബ്സെറ്റ് ഓഫ് ദ ഡയമെൻഷണൽ കോമ്പിനേഷൻ. ഓക്കെ, നൗ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? റിഗ്രഷൻ ആൻഡ് ലോഗ് ലീനിയർ മോഡൽ രണ്ടും സ്പാർസ് ഡേറ്റയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്, പക്ഷേ രണ്ടിന്റെയും ആപ്ലിക്കേഷൻസ് ലിമിറ്റഡ് ആണ്. ഓക്കെ, രണ്ട് മെത്തേഡും സ്ക്യൂഡ് ഡേറ്റ ഹാൻഡിൽ ചെയ്യും, പക്ഷേ സ്ക്യൂഡ് ഡേറ്റ ഹാൻഡിൽ ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ റിഗ്രഷൻ ആണ് ബെറ്റർ അറ്റ് ഹാൻഡ്ലിംഗ് സ്ക്യൂഡ് ഡേറ്റ ദാൻ ലോഗ് ലീനിയർ മോഡൽ. ഓക്കെ, പക്ഷേ റിഗ്രഷന്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് കമ്പ്യൂട്ടേഷണലി കോംപ്ലക്സ്, ഇന്റൻസീവ് ആണ്, കമ്പ്യൂട്ടേഷൻ വളരെ കൂടുതലാണ്, എസ്പെഷ്യലി വെൻ ഇറ്റ് ഇസ് അപ്ലൈഡ് ടു ഹൈ ഡയമെൻഷൻസ്. പക്ഷേ ഹൈ ഡയമെൻഷനിൽ ലോഗ് ലീനിയർ കമ്പയർ ടു റിഗ്രഷൻ ബെറ്റർ ആണ്. ഓക്കെ, നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് അപ് ടു 10 ഡയമെൻഷൻസ് ആണ്, ലോഗ് ലീനിയറും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഭയങ്കര ഹൈ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഡയമെൻഷൻസ് 200, 300, 400 ഒക്കെ ആണെങ്കിൽ വർക്ക് ചെയ്യുന്ന കാര്യമല്ല പറയുന്നത്. അപ് ടു 10 ഡയമെൻഷൻസ് വരെ ലോഗ് ലീനിയർ ഇസ് ഗുഡ്, ഇറ്റ് ഇസ് സ്കേലബിൾ. Okay, so this is the difference between regression and log linear. Regressionum log linearum തന്നെ നല്ല ഡെപ്തി പഠിക്കാനായിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട്. Okay, so that we will be looking at a little bit more in detail. Data mining ആണ് നമ്മൾ പഠിക്കുന്നത്, എല്ലാ അൽഗോരിതംസും ഫുൾ ഡെപ്തി നമ്മൾ പഠിക്കുന്നില്ല, but a little bit more in detail we will be learning a little later in later modules. Okay, now histogram is another method by which we can represent the ഡേറ്റ. അപ്പൊ നേരത്തെ നമ്മൾ ഹിസ്റ്റോഗ്രാമിന്റെ ഒരു എക്സാമ്പിൾ കണ്ടായിരുന്നു, ബിന്നിങ് പഠിച്ചപ്പം നമ്മൾ ഹിസ്റ്റോഗ്രാമിന്റെ എക്സാമ്പിൾസ് കണ്ടായിരുന്നു. ഡേറ്റയുടെ ഡിസ്ട്രിബ്യൂഷൻ അപ്രോക്സിമേറ്റ് ചെയ്യാനായിട്ടാണ് ബിന്നിങ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഈ ബിന്നിങ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ബിൻസിനെ ഹിസ്റ്റോഗ്രാംസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. വാട്ട് ഇസ് എ ഹിസ്റ്റോഗ്രാം? ഇത് സിംപ്ലി എ കോളം. ഇതാണ് ഒരു ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. ഹിസ്റ്റോഗ്രാംസ് പല വിധത്തിലുള്ളതുണ്ട്, അതാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഹിസ്റ്റോഗ്രാം എന്താ ചെയ്യുന്നത്? ഒരു ആട്രിബ്യൂട്ട് എടുക്കുന്നു, ആ ആട്രിബ്യൂട്ടിന്റെ നാച്ചുറൽ പാർട്ടീഷൻസ് ഏതാണെന്ന് കണ്ടിട്ട് ബിൻസ് ആയിട്ട് അല്ലെങ്കിൽ ബക്കറ്റ്സ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ആ ഓരോ ബക്കറ്റിനെയും റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എലമെന്റിന് ഒരു ബക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് സിംഗിൾ ആട്രിബ്യൂട്ട് വാല്യൂ ഫ്രീക്വൻസി പെയർ ഓർ ഫ്രീക്വൻസി പെയർ ഹിസ്റ്റോഗ്രാംസ്. ഓക്കെ, സോ സിംഗിൾട്ടൺ ബക്കറ്റ്സ് ആണ്, ഒരു വാല്യൂവിന് ഒരു ബക്കറ്റ് ആണ് ഉള്ളതെങ്കിൽ. ഇനി അല്ല, പല വാല്യൂസ് അല്ലെങ്കിൽ ഒരു റേഞ്ച് ഓഫ് വാല്യൂസ്, കോൺസിക്യൂട്ടീവ് വാല്യൂസ് ആയിരിക്കും എപ്പോഴും ബക്കറ്റ്സിലുള്ളത്. പല വാല്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ then they are just called buckets. ഇനി ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹിസ്റ്റോഗ്രാംസ് അല്ലെങ്കിൽ ബിന്നിങ് മെത്തേഡ്സ് നമുക്കൊന്ന് കാണാം. ഓക്കെ, ഇത് തന്നിരിക്കുന്നത് ഓൾ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഐറ്റത്തിന്റെ, കോമൺലി സോൾഡ് ഐറ്റത്തിന്റെ പ്രൈസസ് ആണ് തന്നിരിക്കുന്നത്. ഇറ്റ് ഇസ് റൗണ്ടഡ് ടു ദ നിയറസ്റ്റ് ഡോളർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ നമ്പേഴ്സ് എല്ലാം ഫസ്റ്റ് ഓഫ് ഓൾ ഹിസ്റ്റോഗ്രാം വരെ ഞാൻ പറഞ്ഞല്ലോ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആയിരിക്കണം. സോ അതിനെ സോർട്ട് ചെയ്തപ്പോൾ ഇതാണ് കിട്ടിയത്. ഇത് 52 എണ്ണം ഉണ്ട്. ഓക്കെ, 52 നമ്പേഴ്സ് ആർ ദയർ. ഓക്കെ, നൗ സിംഗിൾട്ടൺ ബക്കറ്റ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ ഹിസ്റ്റോഗ്രാം ഈ രീതിയിലാണ് വരയ്ക്കുന്നത്. അപ്പൊ നോക്കിക്കേ, 1 എന്ന് പറയുന്നത് ഒരു എലമെന്റ് ആണ്. ഈ 1 എന്ന് പറയുന്നതിന് 2 പ്രാവശ്യം ഈ 52 എലമെന്റ്സിൽ 2 പ്രാവശ്യം 1 ഒക്കർ ചെയ്യുന്നുണ്ട്. സോ 1 is shown with count 2 in our diagram. 5 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 5 എലമെന്റ്സ് 5 ഉണ്ട്, അതുകൊണ്ട് 5 is represented with count 5. Then you take 8 is again represented with 2. അങ്ങനെ എല്ലാ നമ്പേഴ്സിനെയും റെപ്രസെന്റ് ചെയ്തിരിക്കുക. ഇതാണ് സിംഗിൾട്ടൺ ബക്കറ്റ്സ്. ഇനി ഈക്വൽ വിഡ്ത്ത് ഹിസ്റ്റോഗ്രാം, അതേ ഡേറ്റയിൽ ഈക്വൽ വിഡ്ത്ത് ഹിസ്റ്റോഗ്രാം ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ അകത്ത് ഈ ബക്കറ്റിന്റെ വിഡ്ത്ത് ആണ് ഈക്വൽ ആയിട്ടിരിക്കുന്നത്. സോ 1 to 10 എല്ലാ എലമെന്റ്സ് എത്ര എണ്ണം ഉണ്ടെങ്കിലും അത് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഈ ഹിസ്റ്റോഗ്രാമിലാണ്. ഓക്കെ, ഫസ്റ്റ് കോളത്തിലാണ്. അടുത്തത് ഇസ് കോളം ഗ്രാഫ്സ് ആണ്. അടുത്ത കോളത്തിലാണ് 11 to 20, അടുത്തത് 21 to 30. അതിനനുസരിച്ചുള്ള കൗണ്ട്. ഇപ്പൊ 1 to 10 നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിക്കേ, ഇതിൻ്റെ അകത്ത് 1,
5. സോ ഇത് 5ഉം 2 7 8 9 10 11 12 13 എണ്ണം 1 to 10 ആണ്. So if you look over here for equal bit histogram 13 എണ്ണം, this count is 13 for 1 to 10. അതേപോലെ തന്നെ 11 to 20 എത്ര എലമെന്റ്സ് ഉണ്ടോ 25 ആണ് ഉള്ളത്. So that is being represented over here. 21 to 30 എന്ന് പറയുന്നത് 14 ആണ്. So it is being represented over here. Okay. Now ഈ ഡേറ്റ വെച്ചിട്ട് ഈക്വൽ ഫ്രീക്വൻസി എനിക്ക് റെപ്രസെന്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഹൈറ്റ് അല്ലെങ്കിൽ ഇതിന്റെ അകത്തുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് ഏകദേശം സെയിം ആയിരിക്കണം. പക്ഷെ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 52 എലമെന്റ്സ് ഉണ്ട്. ഈ 52 എലമെന്റ്സിനെ 4 എലമെന്റ്സ് ഒരെണ്ണത്തിൽ ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഇനഫ്. സി 1 2 3 4 5ന്റെ പകുതി ഒരു കോളത്തിലും പകുതി വേറൊരു കോളത്തിലുമായിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ഏകദേശം അപ്രോക്സിമറ്റ്ലി സെയിം നമ്പർ ഫ്രീക്വൻസി കിട്ടുന്ന രീതിയിൽ നമുക്ക് ഈക്വൽ ഫ്രീക്വൻസി റെപ്രസെന്റ് ചെയ്യാം. ഇത് ഞാൻ ഒരു വേറെ എക്സാമ്പിൾ എടുത്തിരിക്കുകയാണ് ടു ഷോ യു എക്സാക്ട്ലി എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. സോ ഇതിന്റെ അകത്ത് ഇഫ് യു ടേക്ക് 13 to 15 ഈ ഒരു എലമെന്റിൽ 10 to 15 നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈക്വൽ ഫ്രീക്വൻസിയിൽ നമുക്ക് കാണിക്കാനായിട്ട് പറ്റും. Okay, so another example here is supposing the elements are 0 4 12 16 16 19 22 24 26. Equal width എന്ന് പറയുന്നത് is നേരത്തെ പോലെ തന്നെ 0 to 20 sorry 0 to 10 10 to 20 20 to 30. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 0 to 10 രണ്ടെണ്ണേ ഉള്ളൂ. സോ കൗണ്ട് 2 ആണ്. In the case of 10 to 20 it is 4, so count is 4 over here, and 20 to 30 is 3, so the count is 3 over. ഇത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഈക്വൽ വിഡ്ത്ത്. ഇനി ഈക്വൽ ഫ്രീക്വൻസി ആണെങ്കിൽ ഓരോ ബിന്നിലും സെയിം ഏകദേശം അപ്രോക്സിമറ്റ്ലി സെയിം നമ്പർ ഓഫ് എലമെന്റ്സ് ആയിരിക്കണം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഓരോ ബിന്നിലും 3 എലമെന്റ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അന്നേരം റേഞ്ച് അവർ തീരുമാനിച്ചിരിക്കുന്നത് 0 to 14. അപ്പൊ ഈ കേസിൽ ഇറ്റ് ഫിറ്റ്സ് 0ഉം 4ഉം 12ഉം ഫസ്റ്റ് ബിന്നിലും 16ഉം 16ഉം 19ഉം സെക്കൻഡ് ബിന്നിലും 22 24 26 തേർഡ് ബിന്നിലും. ആൻഡ് ദേ ഹാവ് ഡിസൈഡഡ് ദ റേഞ്ച് ആസ് 0 to 14 14 to 21 21 to 30. ഓക്കെ, ഈ പ്ലസും മൈനസും ഏറ്റവും ലീസ്റ്റ് വാല്യൂ ആൻഡ് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എന്നുള്ളതേ കാണിക്കുന്നുള്ളൂ. ഓക്കെ, സോ ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ഈക്വൽ ഫ്രീക്വൻസി. നൗ കറക്റ്റ് ആയിട്ട് 3 കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ എക്സാമ്പിൾ ഞാൻ കാണിച്ചത്. പക്ഷെ കറക്റ്റ് 3 കിട്ടിയില്ലെങ്കിൽ ഏകദേശം ഈക്വൽ കിട്ടത്തക്കവണ്ണം നമുക്ക് ആ എലമെന്റ്സിനെ ഡിവൈഡ് ചെയ്താൽ ഈക്വൽ ഫ്രീക്വൻസി ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സോ ബക്കറ്റ് പാർട്ടീഷൻ റൂൾസ് ഇസ് ഈക്വൽ വിഡ്ത്ത് ഓർ ഈക്വൽ ഫ്രീക്വൻസി. Width of each bucket range is uniform. That means 0 to 10, 1 to 10, 10 to 20, 20 to 30 ആ രീതിയിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈക്വൽ വിഡ്ത്ത് ആയിരിക്കും. എന്നാൽ ഈക്വൽ ഫ്രീക്വൻസി ഓർ ഡെപ്ത് എന്ന് പറയുന്നത് the number of elements, the consecutive number of elements in a bucket is roughly the same. സെയിം എന്ന് പറയാൻ പറ്റത്തില്ല, ചില കേസുകളിൽ നമുക്ക് സെയിം ആക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് roughly the same. Okay. Now, what are the uses of histogram? Histograms ഒന്ന് സ്പാർസ് ഡേറ്റയും സ്ക്യൂ ഡേറ്റയും കാണിക്കാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. ഡേറ്റ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ എന്തായാലും നമ്മൾ വരയ്ക്കുമ്പോൾ തന്നെ ഈ കേസിൽ നോക്കിക്കേ, ഈ സിംഗിൾട്ടൺ ബിറ്റ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ക്ലസ്റ്റർ ആയിട്ട് നമുക്ക് കാണാം. ഇതിൽ നിന്ന് ഇച്ചിരി ദൂരെ മാറിയാണ് ഇത്. ഈ 0 എന്ന് പറയുന്നത് 1 എന്ന് പറയുന്നത് ഇച്ചിരി നല്ല ഡിസ്റ്റൻസിലുള്ളതാണ്. അതേപോലെ 20യിൽ നിന്നും ഈ എലമെന്റ്സ് 25ഉം 28ഉം 30ഉം ഇറ്റ്സ് അവേ ഫ്രം ദ ബൾക്ക് ഓഫ് ദ ഡേറ്റ. ഓക്കെ, സോ ഒരു ഡിസ്ട്രിബ്യൂഷൻ കാണാനായിട്ട് വളരെ ഈസി ആയിട്ട് ഹിസ്റ്റോഗ്രാമിൽ സ്ക്യൂനെസ് അല്ലെങ്കിൽ സ്പാർസ്നെസ്, എവിടെയാണ് ഡേറ്റ ഡെൻസ് ആയിട്ടുള്ളത്, ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. പിന്നെ മൾട്ടി ഡയമെൻഷണൽ ഹിസ്റ്റോഗ്രാംസ് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ മൾട്ടി ഡയമെൻഷണൽ ഹിസ്റ്റോഗ്രാംസ് നമ്മൾ യൂസ് ചെയ്ത് ആട്രിബ്യൂട്ട്സിനെ റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ ഡിപ്പെൻഡൻസീസ് എന്തൊക്കെയുണ്ട് ഡേറ്റയിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഡയഗ്രമാറ്റിക്കൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോഴത്തേനും ഡേറ്റയുടെ ആട്രിബ്യൂട്ട്സ് തമ്മിലുള്ള ഡിപ്പെൻഡൻസീസ് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, പക്ഷേ
ഒത്തിരി കൂടുതൽ ഡയമെൻഷനിൽ ഇത് ചെയ്തെടുത്ത് നമുക്ക് പഠിക്കാനായിട്ട് ഡിഫിക്കൽട്ട് ആണ്. അപ് ടു 4 or 5 ആട്രിബ്യൂട്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഈസി ആയിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സിംഗിൾട്ടൺ ബക്കറ്റ്സ് യൂസ്ഫുൾ എപ്പോഴാണ്? വെൻ വൺ വാല്യൂ ഇസ് മച്ച് ഹയർ ദാൻ ദി അതേഴ്സ്. അതേപോലെ തന്നെ സിംഗിൾട്ടൺ ബക്കറ്റ്സിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഔട്ട്ലയേഴ്സ് കണ്ടെത്താനായിട്ട് പറ്റും. ഓക്കെ, ദ നെക്സ്റ്റ് ഇസ് ക്ലസ്റ്ററിംഗ്. ക്ലസ്റ്ററിംഗ് നേരത്തെ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ക്ലസ്റ്ററിംഗ് എന്താണ് ചെയ്യുന്നത്? ഡേറ്റയെ എല്ലാത്തിനെയും കൂടെ, സിമിലർ ആയിട്ടുള്ള ഡേറ്റയെ എല്ലാത്തിനെയും കൂടെ ഒരു ഗ്രൂപ്പ് ആക്കി സിമിലർ അല്ലാത്തതിനെ വേറെ ആയിട്ടും നിർത്തുന്നതിനാണ് ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇഫ് there are more than one cluster, then it means that there are more than one groups of similar data, and one cluster will always be dissimilar to another cluster. Okay, so ഒരു ക്ലസ്റ്ററിന്റെ അകത്തുള്ള data must be more similar to the data that is inside that cluster than data that is in any other cluster. Okay, so normal case il clustering namukku oru chapter aayittundu, so we will be doing more in detail. Similarity measures use ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്റ്റൻസ് or similarity of objects to a particular cluster നമ്മൾ കണ്ടെത്തുന്നത്. ക്വാളിറ്റി ഓഫ് എ ക്ലസ്റ്റർ റെപ്രസെന്റ് ചെയ്യുന്നത് അതിന്റെ ഡയമീറ്റർ, വിഡ്ത്ത് ഓഫ് ദ ക്ലസ്റ്റർ. ഓക്കെ, ഭയങ്കര വലിയ ഡയമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ക്ലസ്റ്റർ അത്ര ഗുഡ് ആണ്, ക്വാളിറ്റി ഉള്ളതാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. Okay, maximum distance of two objects in a cluster ആണ് ഡയമീറ്റർ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജ് എങ്ങനെയാണ് റിഡക്ഷൻ നടക്കുന്നത്? റിഡക്ഷൻ വളരെ സിമ്പിൾ ആണ്. ഒരു പർട്ടിക്കുലർ ക്ലസ്റ്ററിന്റെ അകത്തുള്ളത് എല്ലാ എലമെന്റ്സും സിമിലർ ആണ് എന്നുള്ള കോൺസെപ്റ്റ് എടുക്കുമ്പോഴത്തേനും നമുക്ക് ആ ക്ലസ്റ്ററിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഏത് മെഷേഴ്സ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് ആണോ യൂസ് ചെയ്യുന്നത് അത് കീപ്പ് ചെയ്തിട്ട് എല്ലാ ഡേറ്റയും കൂടെ നമ്മൾ എടുത്ത് അനാലിസിസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. That is how reduction is done in a cluster. Okay, so cluster the centroid aanallo, center of the cluster. ആ സെൻട്രോയിഡിന്റെ മെഷേഴ്സ് യൂസ് ചെയ്തിട്ട് എല്ലാ എലമെന്റ്സിനെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു, and അത് യൂസ് ചെയ്ത് എല്ലാ എലമെന്റ്സിനെയും നമ്മൾ അനാലിസിസും ചെയ്യും. That is how it is reduced. The whole of the data is reduced by the representation of the cluster. ഓക്കെ, അടുത്തത് സാമ്പിളിംഗ് ആണ്. പ്രോബബിലിറ്റി പഠിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഇത് അറിയാം, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവാണ്. സാമ്പിൾ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഫുൾ പോപ്പുലേഷനെയും നമ്മൾ കുറച്ച് സാമ്പിൾ ആയിട്ട് എടുത്തിട്ട് അതേലാണ് നമ്മുടെ മൈനിങ് ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡേറ്റ സൈസ് റെഡ്യൂസ് ചെയ്യും. പക്ഷെ സാമ്പിൾ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ഓർക്കണം. ഇറ്റ് മസ്റ്റ് ബി എ റെപ്രസെന്റേറ്റീവ് ഓഫ് ദി ടോട്ടൽ പോപ്പുലേഷൻ. അത് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്? ഒന്നാമത്തേത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റ്. ഓക്കെ, അപ്പൊ നമുക്കൊരു സെറ്റ് ഉണ്ട്, ആ സെറ്റിന്റെ അകത്തുനിന്ന് എസ് എലമെന്റ്സ് നമ്മൾ എടുക്കുന്നു. ഈ എസ് എലമെന്റ്സ് തിരിച്ച് നമ്മൾ ബാഗിലേക്ക് ഇടുന്നില്ല. എസ് എലമെന്റ്സ് എടുത്തിട്ട് എല്ലാ എലമെന്റ്സിനും ഈക്വൽ പ്രോബബിലിറ്റിയോടുകൂടി നമ്മൾ സാമ്പിൾ ചെയ്യും till we get the data set in the sizes S. ഓക്കെ, ഇനി സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഓരോ പ്രാവശ്യം സാമ്പിൾ ചെയ്തിട്ട് നമ്മൾ തിരിച്ചത് ആ ബാഗിലേക്ക് തന്നെ ഇടുന്നു. അപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഒരു പർട്ടിക്കുലർ വാല്യൂവിന് നമ്മുടെ ഡേറ്റ സെറ്റിലേക്ക് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്തത് ഇസ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ഈ ക്ലസ്റ്റർ സാമ്പിളിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. നോർമലി നമ്മുടെ ഡേറ്റ ബേസുകൾ അല്ലെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ സ്റ്റോറേജ് എങ്ങനെയാ വരുന്നത്? പേജസ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ നമ്മൾ റിട്രീവ് ചെയ്യുമ്പം അല്ലെങ്കിൽ നമ്മൾ സാമ്പിൾ ചെയ്യുമ്പോൾ ഒരു ഹോൾ പേജ് ആണ് ഇങ്ങനെ എടുക്കുന്നതെങ്കിൽ ദാറ്റ് ഇസ് ഒരു പേജിൽ ഒന്നി കൂടുതൽ ടപ്പിൾസ് ഉള്ളത് കാരണം ഇറ്റ് ഇസ് എ ക്ലസ്റ്റർ ഇൻ ഇറ്റ് സെൽഫ്. ഓക്കെ, സോ ഒരു പേജ് വെച്ചിട്ട് പേജസ് റാൻഡം ആയിട്ട് നമ്മൾ എടുക്കുന്നു, പക്ഷെ ഒരു പേജിൽ തന്നെ പല വാല്യൂസ് ഉണ്ട്. ദാറ്റ് ഇസ് കോൾഡ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ഓക്കെ, അടുത്തത് ഇസ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പോപ്പുലേഷനിൽ ചുമ്മാ റാൻഡം ആയിട്ട് ഡേറ്റ എടുക്കുമ്പം കറക്റ്റ് റെപ്രസെന്റേറ്റീവ് ആയിരിക്കണം എന്നില്ല.
ഓക്കെ, ഈ ലെഫ്റ്റ് സൈഡിലെ ഡയഗ്രാം ഒന്ന് നോക്കിക്കേ. ഈ ലെഫ്റ്റ് സൈഡിലെ ഡയഗ്രാം നമ്മൾ നോക്കുവാണെങ്കിൽ മിഡിൽ ഏജ്ഡ് ഗ്രൂപ്പ് ആണ്, പീപ്പിൾ ആണ് ഏറ്റവും കൂടുതൽ ഈ സാമ്പിളിൽ. യൂത്ത് അടുത്ത് കൂടുതൽ, സീനിയേഴ്സ് തീരെ കുറവാണ്. അപ്പം ഓരോ സ്ട്രാറ്റയിൽ നിന്നും ഓക്കെ മിഡിൽ ഏജ്ഡിൽ നിന്നും കൂടുതൽ സാമ്പിൾസ് കിട്ടണം, കാരണം അതാണ് ബൾക്ക് ഓഫ് ദ പോപ്പുലേഷൻ. യൂത്തിൽ നിന്നും അടുത്ത കൂടുതൽ സാമ്പിൾ കിട്ടണം, ആൻഡ് സീനിയേഴ്സിൽ നിന്നും ഏറ്റവും കുറവ് കമ്പയർഡ് ടു മിഡിൽ ഏജ് ആൻഡ് യൂത്ത് ആയിരിക്കണം കിട്ടുന്നത്. അങ്ങനെ സ്ട്രാറ്റിഫൈഡ് സാമ്പിൾ എന്ന് പറയുന്നത് സ്ട്രാറ്റ ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ സ്ട്രാറ്റയിൽ നിന്നും പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് സാമ്പിൾ ചെയ്യുന്നതിനാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഡേറ്റ ക്യൂബ് അഗ്രിഗേഷൻ. ഇത് ഓൾറെഡി നമ്മൾ ഡേറ്റ ക്യൂബ്സിൽ പഠിച്ചതാണ്. ഡേറ്റ ക്യൂബ്സിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂസ് എന്തൊക്കെയാണ്? നോർമൽ കേസസിൽ അഗ്രിഗേഷൻസ് ആണ്, സമ്മറീസ് ആണ്, ഓക്കെ, ടോട്ടൽസ് അല്ലെങ്കിൽ ആവറേജസ്, അങ്ങനത്തെ കാര്യങ്ങളാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ആൻ എക്സാമ്പിൾ. സപ്പോസ് we have collected data for analysis and the data consists of all electronics in the sales per quarter for the years 2008, 2009 and 2010. അപ്പം ഒരു വർഷം 2008 എന്ന് പറയുന്ന അതിന്റെ ഫസ്റ്റ് ക്വാർട്ടർ, സെക്കൻഡ് ക്വാർട്ടർ, തേർഡ് ക്വാർട്ടർ, ഫോർത്ത് ക്വാർട്ടറിന്റെ ടോട്ടൽ സെയിൽസ് നമ്മളുടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദി ആനുവൽ സെയിൽസ്. അപ്പൊ ചെയ്യാൻ പറ്റുന്നത് എന്താ? ഓരോ ക്വാർട്ടറിനെയും, ഓരോ വർഷത്തെ ഓരോ ക്വാർട്ടറിനെയും അഗ്രിഗേറ്റ് ചെയ്യുക. എന്ത് ചെയ്യണം? ടോട്ടൽ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ സം കണ്ടുപിടിക്കണം. ഓക്കെ, എന്നിട്ട് അതിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ അഗ്രിഗേഷൻ ആണ് നമുക്ക് ആവശ്യം ഉള്ളത്. ഓക്കെ, സോ റിസൾട്ട് എന്തുവാ? ക്വാർട്ടേഴ്സിലെ എല്ലാ വാല്യൂസും നമുക്ക് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ 3 വർഷത്തെ ഓരോ വാല്യൂസ് മാത്രമായിരിക്കുമല്ലോ പിന്നെ സ്റ്റോർ ആകുന്നത്. സോ അങ്ങനെ ഡേറ്റ സെറ്റിനെ ചെറുത് ആക്കാനായിട്ട് പറ്റും വിതൗട്ട് ലൂസിങ് എനി ഇൻഫർമേഷൻ. അപ്പൊ ആ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഒറിജിനൽ ഡേറ്റയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത് ക്വാർട്ടർലി ഓഫ് ഈച്ച് ഇയർ. നമുക്ക് ആവശ്യമുള്ളത് ടോട്ടൽസ് ആണ്. സോ ഇതിനെ അഗ്രിഗേറ്റ് ചെയ്യും. ഇതിന്റെ ടോട്ടൽ 2008ന്റെ 2009 ഈ ഹോൾ ഡേറ്റയെ ഇത്രയും കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു വിത്ത് അഗ്രിഗേഷൻ. ഓക്കെ, ദിസ് ഇസ് കോൾഡ് ഡേറ്റ ക്യൂബ് അഗ്രിഗേഷൻ. പല ലെവൽസിലും നമുക്ക് ഡേറ്റ ക്യൂബ് അഗ്രിഗേഷൻ ചെയ്യും. ഓക്കെ, നൗ അവിടെ ഒരു ഡയമെൻഷൻ, ഈ എക്സാമ്പിൾ ഒരു ഡയമെൻഷൻ മാത്രമാണ് നമ്മൾ നോക്കിയത്, എന്ത്? സെയിൽസ് വാല്യൂ മാത്രം. Now, it is possible to do multi-dimension aggregation. Okay, multi-dimensional aggregation എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി ഇവിടെ 2008ന്റെ ക്വാർട്ടർലി സെയിൽസ് വാല്യൂസ് ഓഫ് ഈച്ച് ഐറ്റം തന്നിട്ടുണ്ട്. ഈ ഈച്ച് ഐറ്റത്തിന്റെ ടോട്ടൽ ആണ് കാണേണ്ടതെങ്കിൽ അതിനെ ഓരോ ഐറ്റം ബേസിൽ അഗ്രിഗേറ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് അഗെയിൻ ഇറ്റ് വിൽ ഡിക്രീസ് ദ ഡയമെൻഷൻ. ഓക്കെ, സോ പല ലെവൽസിൽ നമുക്ക് അഗ്രിഗേഷൻസ് ചെയ്യാം. അതാണ് ഡേറ്റ ക്യൂബ് അഗ്രിഗേഷൻ. ഇന്നത്തെ ക്ലാസ് ഇത് വെച്ചിട്ട് ഞാൻ നിർത്താണ്. ഇതും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് നിർത്താതെ ഓൾറെഡി വി ഹാവ് സെറ്റ് ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഡിസ്ക്രിറ്റൈസേഷൻ I will do in the next class. Okay, now let's just read through. Store multi-dimensional aggregated data cube stores multi-dimensional aggregation. In this particular example, multi-dimensional analysis of sales data with respect to annual sales per item ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓരോ ബ്രാഞ്ചിന്റെയും ABCD എന്ന് പറഞ്ഞ ഓരോ ബ്രാഞ്ചിന്റെയും ഐറ്റം വൈസ് ടോട്ടൽ സെയിൽസ് ഓഫ് ദ ക്വാർട്ടർലി ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ സെല്ലിൽ അഗ്രിഗേറ്റ് ഡേറ്റ വാല്യൂ കറസ്പോണ്ടിങ് ടു ദാറ്റ് പർട്ടിക്കുലർ ഐറ്റം ഇൻ എ പർട്ടിക്കുലർ ബ്രാഞ്ച് ഇസ് ഷോൺ ഇൻ മൾട്ടി ഡയമെൻഷണൽ സ്പേസ്. ഇതിന്റെ ടോട്ടൽസ് ആണ് നമുക്ക് വേണ്ടിയതെങ്കിൽ ആ രീതിയിൽ നമുക്ക് അഗ്രിഗേറ്റ് ചെയ്ത് എടുക്കാം. ഓക്കെ, ഡേറ്റ ക്യൂബ്സ് നേരത്തെ നമ്മൾ കണ്ടു, പെട്ടെന്ന് വാല്യൂസിനെ സമറൈസ് ചെയ്ത് പ്രീ കമ്പ്യൂട്ട് ചെയ്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. സോ നമുക്ക് റിട്രീവ് ചെയ്യേണ്ടപ്പം, മൈൻഡ് ചെയ്ത് എടുക്കേണ്ടപ്പം ഒലാപ്പ് ഓപ്പറേഷൻസ് യൂസ് ചെയ്ത് പെട്ടെന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. I showed you earlier when I taught you lattices. If you remember lattices, I showed you earlier. Base cuboid എന്ന് പറയുന്നത് ലോവസ്റ്റ് ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ. എല്ലാ എലമെന്റ്സും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നതാണ് ബേസ് ക്യൂബോയിഡ്. അതിന്റെ മുകളിലേക്ക് കാണുന്നത് ഓരോ എയറാർക്കിയാണ്. ഓരോ എയറാർക്കിയിലും ക്ലബ് ചെയ്ത് ഓരോ ലെവലിൽ കുറച്ചാണ് നമ്മൾ, അതായത് അഗ്രിഗേറ്റ് ചെയ്ത് സമറൈസ് ചെയ്ത് കൊണ്ടുവരും. ഏറ്റവും മുകളിലത്തെ ലെവലിൽ ടോട്ടൽ സെയിൽസ് ഓഫ് ഓൾ ദ 3 years ഒറ്റ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. ദാറ്റ് ഇസ് ദി അപെക്സ് ക്യൂബോയിഡ്. ഓക്കെ, സോ ഏറ്റവും ലോവസ്റ്റ് ലെവൽ
cuboid in a lattice is called base cuboid, which has all individual values and is the lowest level of abstraction. And apex cuboid is the highest level of abstraction, which has got the total, which is a single value for all the 3 years of all the branches. Okay, the lattices explain. If you don't remember, please go back and view that particular lesson. Okay, now data cubes create the varying levels of abstraction. I told you that when I did concept hierarchy. Summaries create a particular abstraction level, hierarchy, concept hierarchy mentioned level abstraction queries okay, lower level details, higher level low consolidated details. So ഓരോ abstraction level higher ആകുന്നതിനനുസരിച്ച് data size decrease ചെയ്തുകൊണ്ടിരിക്കും. Okay, so data cube aggregation is another method by which we can do reduction. Okay, ആവശ്യത്തിനനുസരിച്ച്. When replying to data mining queries, the smallest available cuboid relevant to the task is used. ഒരു particular query നമുക്ക് കിട്ടുമ്പോൾ ഏത് level of the lattice ആണോ ആ query suit ചെയ്യുന്നത് അതെടുത്തിട്ടായിരിക്കും ആ cuboid എടുത്തിട്ടായിരിക്കും querying നടത്തുന്നത്. അല്ലാതെ whole lowest levelയിലുള്ള എല്ലാ ഡേറ്റയും എടുത്തിട്ടല്ല query ചെയ്യുന്നത്. So this will also increase the speed in querying. Okay, with this I am stopping. As usual, any doubts you can contact me and I will do my best to clear it. Thank you.